ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. നമ്മൾ സാധാരണ കൃഷിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇന്ന് അതിൽ നിന്നെത്തി വ്യത്യാസമായിട്ട് നമ്മൾ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെ യൂസ് ചെയ്യാതെ കുറച്ച് ചെടിച്ചട്ടികൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ചെടികളുടെ കൂടെ ഇവിടെ ഇരിക്കുന്നതാണ്, പക്ഷേ ചിലതിനകത്തൊക്കെ ചെടി ഉണ്ടാവത്തില്ല, മിക്കവാറും പുല്ലൊക്കെ കിളിർത്തായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്ന ചെടിച്ചട്ടികളൊക്കെ എടുത്ത് മണ്ണൊക്കെ കുഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് കുറച്ച് ഗ്ലാഡിയോലസിൻ്റെ വിത്ത് കിട്ടി. അത് നമ്മൾ കഴിഞ്ഞ വർഷം അതിൽ നിന്ന് നട്ട് വളർത്തി പൂവൊക്കെ ഉണ്ടായതിന് ശേഷം ആ ചെടി നശിച്ച് പോയിട്ട് വിത്ത് മാത്രം അവിടെ ഇരിക്കുകയായിരുന്നു. ആ ചെടിച്ചട്ടി അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ മുകളിൽ പുല്ലൊക്കെ കിളുത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നത്. അപ്പോൾ ആ വിത്തുകളെന്ന് പറഞ്ഞാൽ നമ്മൾ 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. 2 വർഷം മുന്നേ വാങ്ങിച്ച് നമ്മൾ ചെടിച്ചട്ടി നട്ട് വളർത്തി. അപ്പോഴേക്കും അത് വളർന്നു, പക്ഷേ പൂത്തില്ല. രണ്ടാമത്തെ വർഷം, അതായത് കഴിഞ്ഞ വർഷമാണ് അതിൽ ഫ്ലവർ വന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് വന്നത്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഏതായാലും ഇപ്രാവശ്യം ആ മണ്ണിൽ നിന്ന് കിഴങ്ങുകൾ കിട്ടിയപ്പോഴേക്കും നമ്മൾ ആ ചെടിയെ ഓർമ്മിച്ചു. അതിനോടൊപ്പം തന്നെ കുറേ കുഞ്ഞു കിഴങ്ങുകളും 5-6 വലിയ സൈസുള്ള കിഴങ്ങുകളും കിട്ടി. നമ്മളതിന് വേറെ ചെടിച്ചട്ടിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം വളർന്നത് ഈ സൈസായിട്ടുണ്ട്, ഉണ്ടല്ലേ. ഇതിപ്പോൾ വെച്ചിട്ട് ഒരു 3 ആഴ്ച ഉണ്ടാവും. നല്ല ശക്തിയുള്ള കിഴങ്ങായിരുന്നു, നല്ല സൈസുള്ള കിഴങ്ങായിരുന്നു ഇതിനകത്ത് വെച്ചത്. ഒരു 3 എണ്ണം വെച്ചു. ഇതിന് 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു 4-5 ഫ്ലവേഴ്സ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കുഞ്ഞു കിഴങ്ങുകളുണ്ടായിരുന്നു. അത് നമ്മൾ വേറൊരു ചെടിച്ചട്ടിയിൽ പാകി മുളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിന് ഈ ഒരു ചെടിച്ചട്ടി പോരാ, നമ്മളൊന്ന് പാകി മുളപ്പിച്ചെന്നുള്ളൂ. ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത് നമ്മൾ വേറെ ചെടിച്ചട്ടിയിടും. പക്ഷേ ഇത് ഈ വർഷം പൂക്കുമെന്ന് തോന്നില്ല. എന്തായാലും ഈ വർഷം നല്ലവണ്ണം വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്ക് ഇത് എന്തായാലും ഫ്ലവർ തരും. അതിന് പറ്റിയിട്ടുള്ള സൈസിനുള്ള കിഴങ്ങ് ഇതിൽ നിന്നായി കിട്ടും. സോ ഇത് നമ്മൾ ചെടിയാക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഈ ചെടി നമ്മൾ നട്ടു. അപ്പോൾ ഇതിൻ്റെ വേറെ കുറച്ച് കളേഴ്സ് കൂടെ കിട്ടുമെന്ന് നോക്കി. അപ്പോൾ ഓൺലൈനായിട്ടൊരു സൈറ്റിൽ നമുക്ക് വേറൊരു 4 കളറിൻ്റെ ഈ ബൾബ്സ്, അതിനെ കോംസ് എന്നാണ് പറയുന്നത്, അതും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോംസ് അല്ലെങ്കിൽ ബൾബ് എന്ന് പറയുന്നത് ഇതിൻ്റെ കിഴങ്ങാണ് മണ്ണിനിടയിലിരിക്കുന്നത്. നമ്മുടെ സവാള പോലെയൊക്കെ ഇരിക്കും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഈ 4 കളർ ചെടികളെ എങ്ങനെയാണ് നടുന്നതെന്നും അതിനുള്ള സോയിൽ പ്രിപ്പറേഷൻ, പിന്നെ പരിചരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരു റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, പിന്നെ കുറേ ഓർഗാനിക് ഫാമിങ്ങും, പിന്നെ ഇതുപോലുള്ള കുറച്ച് ഗാർഡൻ അപ്ഡേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോകളാണ് ഈ ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണൊന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓണാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് ഗ്ലാഡിയോലസിൻ്റെ ബൾബ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 40 എണ്ണം ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ഇത്രയെണ്ണമൊന്നും ആവശ്യമില്ല, കുറച്ചെണ്ണം ഞാൻ നടന്നുള്ളൂ, ബാക്കി ഞാൻ വെച്ചേക്കും. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനാണ് പ്ലാൻ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരാം. വേറൊന്നുമില്ല, നമ്മൾ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ബൾബ്സിൻ്റെ ഹെൽത്തൊക്കെ നോക്കണം, ഏത് സൈസാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മണ്ണിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ജലസേചനം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മളൊരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. നമുക്ക് ഇതിനകത്ത് തുറന്ന് നോക്കാം. ഇതിനകത്ത് 40 ബൾബ്സ് ഉണ്ട്, അതായത് 4 കളറിൻ്റെ 10 എണ്ണം വീതമുണ്ട്. 4 തുണിസഞ്ചിയിലൊക്കെ ഇട്ട് പ്രത്യേകം കളർ അനുസരിച്ചൊക്കെ തരംതിരിച്ചാണ് അവർ അയച്ചേക്കുന്നത്. എന്നിട്ട് എല്ലാത്തിനും ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് യെല്ലോ ആണ്, പിങ്ക്, റെഡ്, വൈറ്റ്, 4 കളേഴ്സിൻ്റെ ഓരോന്നിലും 10 എണ്ണം വീതമുണ്ട്. നമുക്ക് ഓരോന്നും തുറന്ന് നോക്കാം. ഇതേ കണ്ടില്ല, അത്യാവശ്യം ഈ സൈസിലുള്ള ബൾബാണ് അവർ അയച്ചേക്കുന്നത്. നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി വെച്ചത് ഏകദേശം ഈ സൈസ് തന്നെയാണ്. അപ്പം മിക്കവാറും ഇത് ഫ്ലവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. ഇതൊക്കെ കുഞ്ഞ് ബൾബാണ്. ഇതെന്തായാലും ഈ വർഷം ഫ്ലവർ ആവുമെന്ന് തോന്നില്ല. എന്തായാലും നമുക്ക് നട്ടു വയ്ക്കാം. അടുത്ത വർഷമെങ്കിലും അതെന്തായാലും വരും. അപ്പോൾ തരക്കേടില്ലാത്ത സൈസിലുള്ള സീഡ്സാണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. ഈ മുകളിലുള്ള ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇളകി വരുന്നതിനൊക്കെ നമുക്കിങ്ങ് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ തുറക്കുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ കളർ അങ്ങോട്ടും മിക്സായി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കളർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ നട്ടതിന് ശേഷവും പോട്ടിൽ എഴുതി വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. തൽക്കാലം നമുക്കെല്ലാം തിരിച്ചിടാം. എന്നിട്ട് നമുക്ക് മണ്ണ് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗ്ലാഡിയോലസിൻ്റെ നടിൽ വസ്തു എന്ന് പറഞ്ഞാൽ എപ്പോഴും കിഴങ്ങാണ്. ഇതിൽ നിന്ന് വിത്ത് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ കിഴങ്ങ് നട്ട് വളർത്തുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നേഴ്സറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തൈ ആക്കിയത് ഈ സീസണിൽ ഇപ്പോൾ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്ന ടൈപ്പ് മണ്ണാണ് വേണ്ടത്. ഒരിക്കലും ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കാൻ പാടില്ല, കിഴങ്ങ് ചീഞ്ഞു പോവും. ഇതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് സാധാരണ ഗാർഡൻ സോയിലാണ്. ഒരു 2 പാർട്ട് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ കല്ലൊന്നും ഇല്ലാതെ അരിച്ച് മാറ്റിയ നല്ല ഗാർഡൻ സോയിൽ, വളക്കൂറുള്ള നല്ല മണ്ണ്, സാധാരണ മണ്ണ് തന്നെയാണ്. ഇത് 2 പാർട്ട് എടുത്തിട്ടുണ്ട്.
ഇതിനോടൊപ്പം വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് നമ്മൾ മണൽ ചേർക്കണം. അപ്പോൾ ഇതിനൊപ്പം ഒരു പാർട്ട് നമ്മൾ സാധാരണ ആറ്റുമണലാണ് ചേർക്കുന്നത്. ആറ്റുമണൽ കിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെർലൈറ്റ് ചേർത്താലും മതി. സാധാരണ നമ്മൾ പൊട്ടി മിക്സർ ഉണ്ടാക്കുമ്പോൾ ചകിരിച്ചോറ് ചേർക്കാറുണ്ട്. പക്ഷേ ഈ ഗ്ലാഡിയോലസിന് വേണ്ടിയിട്ടുള്ള മിക്സറിലായിട്ട് ഞാൻ ചകിരിച്ചോറ് ചേർക്കുന്നില്ല, പകരം മണലാണ് ചേർത്തത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനോടൊപ്പം ഒരു പാർട്ട് നമുക്ക് ജൈവവളം ചേർക്കണം. ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് എന്തുവേണമെങ്കിലും ചേർക്കാം. എൻ്റെ ഇപ്പോൾ കമ്പോസ്റ്റാണുള്ളത്, ഞാനിപ്പോൾ ഒരു പാർട്ട് കമ്പോസ്റ്റ് ചേർത്തു. അപ്പോൾ റേഷ്യോ ഒന്നുകൂടെ പറയാം. 2 പാർട്ട് സാധാരണ ഗാർഡൻ സോയിൽ, 1 പാർട്ട് ആറ്റുമണൽ അല്ലെങ്കിൽ പെർലൈറ്റ്, പിന്നെ 1 പാർട്ട് കമ്പോസ്റ്റ്. ഇതിനെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ പോട്ടി മിക്സർ റെഡിയായി. ഇതിന് ബാക്കിയുള്ള വളപ്രയോഗമൊക്കെ നമ്മളിത് വളർന്നതിന് ശേഷം ചെയ്താൽ മതി. ഇതിനകത്ത് വളരെ ഹാർഡായിട്ടുള്ള വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം കിഴങ്ങ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ചെടി ചത്തുപോകും. ജൈവവളമല്ല, നമ്മൾ കെമിക്കൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേക്കും കുറച്ച് NPK 19-19-19 അത് വെള്ളത്തിൽ കലിയിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. സാധാരണ ഗ്ലാഡിയോലസിന് ചെയ്യുന്ന വളം NPK തന്നെയാണ്. പിന്നെ ജൈവവളമാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് ജൈവ സ്ലറിയുടെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാം, അല്ലെങ്കിൽ സീവീഡ് എക്സ്ട്രാക്റ്റൊക്കെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് 2 ആഴ്ചയിൽ ഒരിക്കലും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല ഫ്ലവറിൻ്റെ സൈസൊക്കെ കൂടാനായിട്ട് സീവീഡ് എക്സ്ട്രാക്റ്റൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു സീസണലാണ്, വർഷത്തിലൊരിക്കലും മാത്രമേ ഇത് പൂക്കത്തുള്ളൂ. വാണിജ്യമായിട്ട് ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ സാധാരണ മെയ് അറൗണ്ട് സമയത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വീട്ടിൽ വളർത്തുമ്പോഴേക്കും മിക്കവാറും എല്ലാ സമയത്തേക്കും തന്നെ നമുക്ക് തന്നെ വളർത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കിഴങ്ങ് കിട്ടിയ സമയത്ത് എടുത്ത് നട്ടു. ഇത് ഇവിടെ കിളിർത്ത് ഇപ്പോൾ ഉണ്ട്. ഏകദേശം ഒരു ഏപ്രിൽ മെയ് ജൂൺ വരെയൊക്കെ ഇത് പൂക്കും തോന്നുന്നു. ഏതായാലും വെച്ച് നോക്കാം. ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ വേറെ വരുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഒരുപാട് സെല്ലേഴ്സ് ഇതിനെ ഫേസ്ബുക്ക് വഴിയും അല്ലാതെ സൈറ്റുകൾ വഴിയൊക്കെ വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ പോട്ടി മിക്സ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഏകദേശം ഒരു ബൾബ് നടാനായിട്ട് ഒരു 6 ഇഞ്ചിൻ്റെ പോട്ട് മതിയാവും. ഒന്നിന് നമുക്ക് ഡയറക്റ്റായിട്ട് പോട്ടിലേക്ക് നടാം, അല്ലെങ്കിൽ വലിയൊരു ഗ്രോ ബാഗിനകത്തൊരു 4-5 ബൾബ് അപ്ഡേറ്റായിട്ട് നട്ടതിന് ശേഷം ഇത് കിളിർത്ത് വന്നിട്ട് നമുക്ക് വേറെ വേറെ ചെടിച്ചട്ടിലോട്ട് മാറ്റി നടാം. ഗ്രോ ബാഗിലോ വലിയ പോട്ടിലോ കിളിർപ്പിച്ചതിന് ശേഷം മാറ്റി നടന്നിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്ത് ചെടിച്ചട്ടിലോട്ടൊക്കെ മാറ്റിയാൽ മതി. ഇപ്പോൾ ഞാൻ എന്തായാലും ഓരോ ബൾബ് ഓരോ 6 ഇഞ്ച് പോട്ടിലാണ് നടാൻ പോകുന്നത്. ബാക്കിയുള്ളതിന് നമ്മൾ നഴ്സറി ബാഗിലോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിലോ നട്ട് വയ്ക്കാം. പിന്നീട് വേണമെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിലോട്ട് മാറ്റാം. അതുപോലെ ഇത് വളർന്ന് തൈയായി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാം. എന്തായാലും 40 ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇത് അങ്ങനെ ഒരു പാക്കേജ് കിട്ടിയോണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മുടെ പോട്ടി മിക്സർ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ പോട്ടിലേക്ക് നിറയ്ക്കാം. നല്ല നീർവാർച്ചയുള്ള പോട്ടാണ് ഇതിന് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൽ ഒട്ടും തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒഴുകി പോകണം, അല്ലെങ്കിൽ കിഴങ്ങൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ ചെടിച്ചട്ടി താഴെയുള്ള ഹോൾ വഴി മണ്ണ് ഇറങ്ങി പോകാതിരിക്കാനായിട്ട് ഇതുള്ള ചെറിയ കല്ലുകൾ അതിൻ്റെ ചോട്ടിലേക്ക് ഇടുകയാണ്. അതിന് ശേഷം നമുക്ക് ഈ മണ്ണ് നിറയ്ക്കാം. അപ്പോൾ നമ്മുടെ 4 ബോട്ടിൽ മണ്ണൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ബോട്ടിൻ്റെ ടോപ്പിൽ നിന്ന് കുറച്ച് താഴ്ത്തിയാണ് മണ്ണ് നിറച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൾബ്സ് വീതം നടാം. ആദ്യം എടുക്കുന്നത് യെല്ലോ ആണ്. യെല്ലോന്ന് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൾബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനൊരു കുഴിവുണ്ടാവും, മറ്റു ഭാഗത്ത് എല്ലാം കൂടെ ഇങ്ങനെ ചേർന്ന് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നൊരു ഭാഗമാണ്. നമ്മുടെ സവാളയൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ. ഇതിൽ ഈ കുഴിഞ്ഞ ഭാഗമാണ് അടിഭാഗത്ത് വരേണ്ടത്. ഇവിടെ നിന്നാണ് പുതിയ മുള പൊട്ടുന്നത്. അതുകൊണ്ട് ഇതെപ്പോഴും മുകളിൽ വരുന്ന രീതിയിൽ വേണം നടാനായിട്ട്. ഉണ്ടല്ലേ? സാധാരണ മണ്ണിൻ്റെ സർഫസിൽ നിന്ന് ജസ്റ്റ് താഴ്ത്തി നട്ടാൽ മതി. ഒരുപാട് താഴെയൊന്നും കൊണ്ട് വയ്ക്കേണ്ട. ജസ്റ്റ് താഴെ വെച്ചിട്ട് ഇതിന് ചുറ്റുമായിട്ട് മണ്ണിട്ട് കവർ ചെയ്യുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? ജസ്റ്റ് താഴെ ഇരിക്കുകയാണ്. ഇത് പിങ്കിൻ്റെ ബൾബാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ച് മണ്ണിടുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്കതിൽ പിങ്കിൻ്റെ ലേബിൾ ഒട്ടിച്ച് വയ്ക്കാം. ഇനി ബാക്കിയുള്ളത് റെഡാണ്. അപ്പോൾ അതിനെ ഈ പോട്ടിലോട്ട് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്രാവശ്യത്തെ ഗ്ലാഡിയോലസിൻ്റെ പ്ലാന്റിങ് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ വേറെ കുറേ എണ്ണത്തിനെ നഴ്സറി പോട്ടിലോ അല്ലെങ്കിൽ ചെറിയ നഴ്സറി ബാഗിലോ ഒക്കെ നട്ട് തൈയാക്കുന്നുണ്ട്. ഈ ഒരുപാട് ലൂസായിട്ടിരിക്കുന്നതിനൊക്കെ എടുത്ത് കളയാം കേട്ടോ. എല്ലാം എടുത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയുള്ള നമ്മുടെ പ്ലാന്റിങ് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ജലസേചനമാണ്. ജലസേചനം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കാൻ പാടില്ല. ഇതിനകത്ത് മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഒഴിക്കുന്ന വെള്ളമെല്ലാം ഡ്രെയിനായിട്ട് പോകുന്നു എന്ന് ഉറപ്പ് വേണം.
എപ്പോഴും ഇതിനകത്തുള്ള ഡ്രെയിനേജ് ഹോൾസ് അടയാത്ത രീതിയിൽ വേണം മണ്ണ് നിറയ്ക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടിക കഷ്ണങ്ങളോ എന്തെങ്കിലും ചെറിയ കല്ലുകളോ ഇട്ടതിന് ശേഷം മാത്രം മണ്ണ് നിറച്ചാൽ മതി. അതിനകത്ത് ഒഴിക്കുന്ന വെള്ളം അധികം കെട്ടിക്കതെല്ലാം ഡ്രെയിനായി പോകണം. പിന്നെ ഗ്ലാഡിയോലസ് നല്ലവണ്ണം ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇതിന് ഒരിക്കലും ഷെയ്ഡ് കൊണ്ട് വയ്ക്കരുത്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വെച്ചിരുന്നത് ഈ ഭാഗത്ത് നല്ലതായിട്ട് ലൈറ്റ് അടിക്കുന്ന ഒരു പോർഷനിലാണ്. നല്ലവണ്ണം സണ്ണിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. ഇതുപോലുള്ള ഫുൾ ടൈം ലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്ത് വേണം കൊണ്ടുവയ്ക്കാനായിട്ട്. ഒരു 6-7 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നല്ല ലൈറ്റ് അടിക്കണം, നല്ല സൺലൈറ്റ് കൊള്ളണം. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ഫ്രഷ് മണ്ണായതുകൊണ്ട് എല്ലാ മണ്ണും നന്നായിട്ട് നനയുന്ന രീതിയിൽ കുറച്ചധികം വെള്ളം ഒഴിക്കാം. വെള്ളം ഈ ഡ്രെയിനേജ് ഹോൾ വഴി പുറത്ത് പോകുന്നവരെ വെള്ളം ഒഴിക്കാം. ഇനിയുള്ള ജലസേചനം മണ്ണിൻ്റെ ഡ്രൈനസ് നോക്കിയതിന് ശേഷം മാത്രം മതി. ഈ ഗ്ലാഡിയോലസ് സാധാരണ കട്ട് ഫ്ലവേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേസിലൊക്കെ കുത്തി വയ്ക്കാനൊക്കെ യൂസ് ചെയ്യും. നല്ല ഭംഗിയാണ്. ഇതിലൊരു ക്ലസ്റ്ററായിട്ടാണ് പോരുന്നത്. അതായത് ഒരു തണ്ടിൽ 2 സൈഡിലോട്ട് മാറി മാറി ഫ്ലവേഴ്സ് വരും. താഴെയുള്ള ഫ്ലവർ വിരിയുമ്പോഴേക്കും മേളിലോട്ട് മുട്ടുകളായിരിക്കും. എന്നിട്ട് മേളിലോട്ട് ഓരോന്നായിട്ട് വിരിഞ്ഞ് ഏകദേശം 2 ആഴ്ച വരെ ഒരു കൊലയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. ഈ ഗ്ലാഡിയോലസ് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ്, പാറ്റേൺ ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഈ സോളിഡ് കളേഴ്സാണ് സാധാരണ പോപ്പുലറായിട്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ റെഡും വൈറ്റൊക്കെയാണ് കൂടുതൽ ഡിമാൻഡ്. പക്ഷേ നമ്മുടെ ഗാർഡനിൽ ഭംഗിക്കാണെങ്കിൽ ഏത് കളർ യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് 5 കളറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളർന്ന് വലുതായി നല്ലോണം ഫ്ലവേഴ്സ് ഇടുമ്പോഴേക്കും വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗ്ലാഡിയോലസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പെസ്റ്റ് എന്ന് പറയാനായിട്ട് പുഴുവിൻ്റെ അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു വേപ്പെണ്ണ മിശ്രിതത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. പിന്നെ ചിലപ്പോൾ നമ്മൾ കിഴങ്ങ് സൂക്ഷിച്ച് വയ്ക്കുമ്പോഴേക്കും ഫംഗസിൻ്റെ ഇഷ്യൂ ഉണ്ടാവാം. അങ്ങനെ വരികയാണെങ്കിൽ സ്യൂഡോമോണസ് കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ മേളിൽ സ്പ്രേ ചെയ്താലൊക്കെ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉള്ള ചെടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഗ്ലാഡിയോലസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ലോ മെയിൻ്റനൻസ് ചെടി എന്ന് തന്നെ പറയാം. ഒരുപാട് ഡിമാൻഡൊന്നുമില്ല, അധികം വളമൊന്നും വേണ്ടവർക്ക്. നന്നായിട്ട് ഫുഡ് അത് ഇതിൻ്റെ കിഴങ്ങിൽ തന്നെ ശേഖരിച്ച് വയ്ക്കുക. അത് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. മിക്കവാറും ഒരു 4-5 ഫ്ലവേഴ്സ് ഒരു വർഷം കിട്ടും. അത് സീസണലാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ നമ്മുടെ ഗാർഡനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.